ഇത് നമ്മളെ സാർ എവിടെ സ്ഥലം പറഞ്ഞ്? എന്റെ സ്ഥലം മാള. മാള. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്ത് പോലീസിലാണ്, CI ആയിട്ട്. ഓ, ആള് നമ്മളൊരു നല്ലൊരു കസ്റ്റമർ ആട്ടോ. ഞാൻ ഒരു പണിയാ, സാറ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അന്ന് ഫേസ്ബുക്കിലിട്ട്. സിനിമാ നടൻ പിടിച്ചതാ. അതാരാണ്? എന്റെ കൊച്ചാപ്പാട പോനാ. ശരി. വില്ലൻ കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന അവന്റെ ചാനലിലേക്ക് വേണ്ടി പിടിച്ചതാണ് അല്ലേ? അപ്പൊ അവൻ വീട്ടിൽ വന്നപ്പോ വീട്ടില് മാവുകളൊക്കെ ഇങ്ങനെ മാങ്ങുണ്ടായിക്കണ്, ബനാന സപ്പോർട്ട് നിറയെ സപ്പോർട്ട് ഉണ്ടായിക്കണ്. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരിക്കും. ഞാനത് ഇവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാലോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞാൻ കേരള പോലീസിൽ ഒരു ഇൻസ്പെക്ടർ ആയിരുന്നു. എനിക്ക് കൃഷിക്കാര്യങ്ങളിൽ അല്പം താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പല നഴ്സറികളിൽ നിന്നും പലപ്പോഴായി പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും 5, 10, 12 കൊല്ലം കാത്തിരുന്നിട്ടും അതുമേ ഫലങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ഉണ്ടായ ഫലങ്ങൾ നഴ്സറിക്കാർ പറഞ്ഞ തരത്തിലുള്ള ഫലങ്ങൾ ആവാതിരിക്കുകയും ചെയ്ത് ഞാൻ നിരാശയിലിരിക്കുമ്പോഴാണ് റസാഖ് ഭായ് നടത്തുന്ന റാസ് ഗാർഡനെ കുറിച്ച് യൂട്യൂബിൽ നിന്നറിയാൻ കഴിഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പൈസ എനിക്ക് പ്രശ്നമല്ല, വിശ്വസിച്ച് തരണം, എനിക്ക് പറയുന്ന സാധനങ്ങൾ തരണം. അദ്ദേഹം എനിക്ക് ഒരു നാംഡോക്മൈ ഗോൾഡ് മാവ് തന്നു, ഒരു ബനാന സപ്പോട്ട മരം തന്നു, ഒരു ജപ്പാൻ പേരയുടെ മരം തന്നു, ഒരു ചെറുനാരങ്ങയുടെ മരം തന്നു, ഒരു ദൽഹരി ചാമ്പയുടെ മരം തന്നു. അദ്ദേഹം പറഞ്ഞു, 1 കൊല്ലത്തിനുള്ളിൽ ഇതിനൊക്കെ ഫലങ്ങളുണ്ടാവും, ഇത് ഒരുവിധം മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റുകളാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള അതേ ട്രീറ്റ്മെന്റുകൾ ഞാൻ കൊടുത്തു. കൊച്ചുകുട്ടികൾക്ക് പനി വരുമ്പോൾ ഡോക്ടറെ കാണിക്കുന്ന മാതിരി ഫലവൃക്ഷങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറയും. അദ്ദേഹം അതിന്റെ മരുന്ന് പറഞ്ഞു തരും, അതിന്റെ റെമഡി പറഞ്ഞു തരും. അത് ഞാൻ ചെയ്യും, അത് ഫലവത്താവുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഇത് പറയുവാൻ കാരണം എന്റെ സന്തോഷത്താലാണ്. അദ്ദേഹം പറഞ്ഞ അതേ കാലഘട്ടത്തിൽ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ എന്റെ നാംഡോക്കിമയി മാവുമ്പോൾ ഒരു 15ഓളം മാങ്ങ എനിക്ക് കിട്ടി. അതേമാതിരി ജപ്പാൻ പേര, അത് പൂവിട്ട് ആദ്യം 2-3 കൊഴിഞ്ഞെങ്കിലും പിന്നെ 5-8 ജപ്പാൻ പേര എനിക്ക് കിട്ടി. അദ്ദേഹം പറഞ്ഞ മാതിരി നല്ല മാംസളമായിട്ടുള്ള 5-6 കുരുക്കൾ മാത്രമുള്ള പേരക്കകളും എനിക്ക് കിട്ടി. പിന്നെ അദ്ദേഹം എനിക്ക് തന്നത് ബനാന സപ്പോട്ടയാണ്. ആ ബനാന സപ്പോട്ട 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതുമേൽ നിന്ന് എനിക്ക് 50ഓളം കായുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ മാതിരി നല്ല വെയിലത്താണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് അദ്ദേഹം തന്നിട്ടുള്ള ഒരു ചെറുനാരങ്ങ മരമാണ്. ആ ചെറുനാരങ്ങ മരം എനിക്ക് എപ്പോ ചെന്നാലും അതിൽ നിന്ന് ചെറുനാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഇസ്രായേലത്തി തന്നിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു, ഇത് മേലെ ഉണ്ടാവില്ല, കായ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതേമാതിരി ഇഷ്ടം പോലെ കായയും അതിലും ഉണ്ടാവുന്നുണ്ട്. അത് അവിടെ ചെല്ലുമ്പോൾ ഒരു പഴം പറിച്ചു തിന്നാം. അത് സംസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, പഴുത്തിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു തിന്നാം. അപ്പൊ എന്തുകൊണ്ടും ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് ജുവല്ലറി എന്ന് പറയുന്ന മാതിരി നഴ്സറിക്കാരിൽ വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ് റസാഖ് സാഹിബ് നടത്തുന്ന റാസ് ഗാർഡൻ. ഇത് എന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. ഞാൻ ഒരു ബിസിനസിന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, എന്റെ അനുഭവം ഞാൻ പങ്കുവെച്ചെന്നുള്ളൂ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അപ്പോ സാറ് പേര്? എന്റെ പേര് കാസിം. ഇത് നാംഡോക്കുമായി ആണ്, പർപ്പിള്. അപ്പൊ ഞാനിതാ എടുത്തു വെച്ച് കേടുന്നതാണ്. ഒരു സൈഡ് തിന്നാൻ സമയമായിട്ടാണ്. അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വേണം, പർപ്പിളും വേണം, റെഡും വേണം. ഓക്കെ, സാർ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട്. മധുരം ഉണ്ടോ? മധുരം ഉണ്ടോന്നാ? അന്യായ മധുരം. അന്യായ മധുരം, നല്ല മധുരം. ഇത് 1 കിലോന്റെ മേലെ വരും ഒരു മാങ്ങ. ഇതിപ്പോ ഞങ്ങൾ പൊട്ടിച്ച് വെച്ചിട്ട് 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു സംഭവം. സാധനം എന്റെ വീട്ടില് ഗോൾഡ് മാങ്ങ ആയിട്ടുണ്ട്, 10 മാങ്ങ ആയിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പ്രശ്നമുള്ളതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ മാതിരി ചെയ്തപ്പോ പിന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടാ, വളരെ നന്നായിട്ട്. അണ്ടി കുറവൊന്നും, അണ്ടി വളരെ ചെറിയൊരു അണ്ടിയാണ്. നമ്പക്കുമാതിന്റെ പോലെ തന്നെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു അണ്ടിയാണ്. പക്ഷെ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ 6-7 പേരുള്ള ഒരു വീട്ടിലേക്ക് കറക്റ്റ് ആണ്. എന്തായാലും ഞാൻ SI ആയിട്ട് പ്രൊമോഷൻ കിട്ടിയ കാലം തുടങ്ങി ഈ സസ്യങ്ങൾ മേടിച്ചു വെക്കണതാ. പക്ഷെ നഴ്സറിക്കാരൻ വരുന്ന മാതിരിയുള്ള ഒരു സാധനം ഇതുവരെയും കിട്ടിയില്ല. റസാഖ് ഭായിന്റെ പറഞ്ഞ സാധനം കറക്റ്റ് ആയിരുന്നു.
അത് തന്നെയായിരുന്നു. ശരി. അയാൾ സന്തോഷത്തിലാണ് ഇപ്പൊ സന്ദർശിച്ചത്. ഓക്കെ ശരി. എന്തായാലും നമ്മളെ വീട്ടിൽ വന്നല്ലോ. അല്ല, വീട്ടിൽ വരണമെങ്കിലും ഒരു ഒരു ആഗ്രഹം തോന്നണല്ലോ. അതുകൊണ്ടാണ്. ഇന്ന് വന്ന ദിവസം മഴയായി പോയി. നല്ല മഴയാണ്. നമുക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഉള്ള സമയം വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ.